ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നതും അതുപോലെ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റിൽ കഴിക്കാൻ വേണ്ടി പറ്റുന്നതായിട്ടുള്ളൊരു സേമിയ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അടികട്ടിയുള്ള ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിൽ നിന്നും 1/2 ഗ്ലാസ് പാൽ ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പാല് നമ്മൾ 1.5 ടീസ്പൂൺ അളവിൽ കസ്റ്റാർഡ് പൗഡറിലേക്ക് മിക്സ് ചെയ്തിട്ടെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു സേമിയ പായസത്തിലേക്ക് ഈ ഒരു കസ്റ്റാർഡ് മിൽക്കും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ സേമിയ പായസമൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു നല്ലൊരു ടേസ്റ്റോട് കൂടെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ, ഈ ഒരു കസ്റ്റാർഡ് മിൽക്കും കൂടെ നമ്മൾ ചേർത്തെടുക്കുമ്പോൾ. അപ്പോൾ ഇതുവരെ ഈ ഒരു രീതിയിലൊന്നും ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണേ. അപ്പോൾ ഇതാ നമ്മുടെ പാലിപ്പോൾ ഇവിടെ തിളച്ച് വരുന്നുണ്ട്. ആ ഒരു സമയം നമ്മളിതിലേക്ക് സേമിയ പായസ മിക്സാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഇതിലേക്ക് നമ്മളത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതൊന്ന് വെന്ത് വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കണേ. അത്യാവശ്യം നല്ല മധുരത്തോടുകൂടിയുള്ള പായസം തന്നെയാണ് കേട്ടോ ഇത്. അത്യാവശ്യം ഇതിൽ നല്ല ക്വാണ്ടിറ്റിയിൽ പഞ്ചസാരയുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ എക്സ്ട്രാ പഞ്ചസാരയൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത് നമ്മുടെ സേമിയയിലൊക്കെ നന്നായിട്ട് പഞ്ചസാരയൊക്കെ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. സേമിയൊക്കെ നന്നായിട്ട് വെന്ത് കഴിയുന്ന ആ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് കസ്റ്റാർഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു ബൗളിൽ ഒഴിക്കുന്നതിന് മുമ്പായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുക്കണേ. അടിഭാഗത്തായിട്ട് ആ ഒരു പൗഡർ കട്ട കെട്ടിയിരിക്കുന്നുണ്ടാകും. അപ്പോൾ അതൊന്ന് സ്പൂൺ വെച്ച് ഇളക്കിയതിന് ശേഷം മാത്രമാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു 4-5 മിനിറ്റോളം നമ്മളിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഒന്ന് റെഡിയാക്കി എടുക്കുന്നത്. ആ ഒരു കസ്റ്റാർഡ് മിൽക്കിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറുന്നത് വരെ നമ്മളിത് ഫ്ലെയിം കൂട്ടിയിടാതെ റെഡിയാക്കി എടുക്കാൻ കേട്ടോ ചെയ്യുന്നത്. ഇതായിപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരുന്ന ആ ഒരു സമയം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫാക്കിയിടാം. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ടും നല്ല ടേസ്റ്റുമായിട്ടും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു പായസം തന്നെയാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യിൽ ഇത്തിരി കശുവണ്ടിയും കിസ്മിസും കൂടി ഒന്ന് വറവ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പായസം ഈ ഒരു ചൂടോടുകൂടെ കഴിക്കുന്നതിലും ടേസ്റ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചൂടൊക്കെ പോയി അതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടൊക്കെ പിറ്റേ ദിവസമൊക്കെ കുടിക്കുന്ന ടൈമിൽ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കസ്റ്റാർഡ് മിൽക്കൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് വെറൈറ്റി ടേസ്റ്റിൽ നല്ല അടിപൊളി ഒരു പായസം തന്നെ കഴിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്